പപ്പി ഇപ്പോൾ തുടങ്ങിയാലോ? ചേട്ടാ അയ്യോ എന്നെ മടിയിലോട്ട് കടാല്ലടാ കുരങ്ങാൻ പറഞ്ഞേ. Never break, always fight, never quit, do it right. Play the game. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടി ഭയങ്കര ട്രെയിനിങ് ഒക്കെ ആണല്ലോ ഏട്ടായി. മൈക്കൊക്കെ കുത്തി ഇന്ന് എന്നാണാവോ പ്രസംഗിക്കാൻ പോണെ? എന്നാ കോസ്റ്റ് വേണേലും കാണിക്കാൻ ട്രീറ്റ് കിട്ടുമല്ലോ. ഒരു ഈസി ആണല്ലോ പോണെ. അങ്ങോട്ടോ അപ്പി ചേട്ടാ മേടുക്കൻ അപ്പുറത്തോട്ടോ ചേട്ടാ വളയത്തിന് ഇപ്പുറത്തോടെ ആടി അപ്പുറത്തോട്ടോ ചേട്ടാ ഇന്നത്തെ ചേട്ടാ മേടുക്കൻ അപ്പുറത്തോട്ടോ ചേട്ടാ മേടുക്കൻ. ഇപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് കാണാൻ പോണത് നാടൻ പട്ടിക്കുട്ടിയുടെ ട്രെയിനിങ് ആണ്. നമ്മുടെ ഈ ചാവാലി പട്ടിയെന്നോ അല്ലെങ്കിൽ തെരുവുനായ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ പട്ടികളുണ്ടല്ലോ, അവരുടെ ട്രെയിനിങ് ആണ്. പപ്പിക്കുട്ടനെ ഓൾറെഡി അറിയാം, നമ്മൾ കുറേ ട്രെയിനിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവൻ നാടനുമായിട്ട് സ്പിറ്റ്സ് എന്ന് പറയുന്ന ഇനത്തിൻ്റെ ക്രോസ് ആണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഡയാന പറയുകയാണെങ്കിൽ അവൾ തനി നാടനെന്ന് പറയാം. അപ്പോൾ ഡയാനയുടെ ട്രെയിനിങ് നമുക്ക് എങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാം. 2 ട്രിക്കിൻ്റെ ഒരു ചെറിയ ഷോർട്ട്സ്. എടാ താഴെ ഇറങ്ങടാ അടിമേടിക്കും നീ, താഴെ ഇറങ്ങാ. എടുത്തോണ്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവും കൊണ്ടുപോയി അത് പോയി. അത് കൊടുങ്ങല്ലേ. നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി എടുത്ത് വെച്ചിരുന്ന ട്രീറ്റ് ഒരു ഇറച്ചി കഷ്ണമായിരുന്നു, ചിക്കൻ. അത് പൂച്ച എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ വേറെ എടുക്കാം, കുഴപ്പമില്ല. നാടൻ എന്ന് പറയുമ്പം ഇതിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ സംശയമുണ്ട് പലർക്കും. മാത്രമല്ല നമ്മുടെ ഷോർട്സിൻ്റെ അകത്ത് ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു, നാടൻ പട്ടിക്കുട്ടിയുടെ ട്രെയിനിങ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പറയാൻ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് പപ്പി ചെറിയ ഷോർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തു ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. ഒത്തിരി പേരില്ലെങ്കിലും 80 പേര് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പം ഡയാനയുടെ സെപ്പറേറ്റ് ട്രെയിനിങ് വീഡിയോ ചെയ്യാന്ന് വെച്ചത്. എടാ ഞാനിതൊന്ന് ചെയ്യട്ടാ, നീ ഇത് കുളമാക്കല്ലേ, ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോടെ ചാടുന്നതിൻ്റെ ട്രെയിനിങ് ഹൂപ്പ് ജമ്പ് എന്ന് പറയും, ബാറിന് മുകളിൽ കൂടെ ചാടുന്നത്. അതുപോലെ തന്നെ സിറ്റ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി ഇത് ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പൊക്കെ ചെയ്യിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്യുന്നൊരു കാര്യം കമാൻഡ് പറഞ്ഞ് നമ്മൾ അതിലോട്ട് ആക്കുകയോ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാം. പപ്പി ഇപ്പോൾ തുടങ്ങിയാലോ? ചേട്ടാ അയ്യോ എന്നെ മടിയിലോട്ട് കടാല്ലടാ കുരങ്ങാൻ പറഞ്ഞേ. അവിടെ പോയിരിക്കും ഇതിലെത്ര ചെറു. അങ്ങനെ ഇനി നമുക്ക് ഡയാനനെ ചെയ്യിക്കാം. എങ്ങനെ ചെയ്യിക്കുന്നുള്ളത് ആ കൂട്ടത്തിൽ ഞാൻ പറയാം. നമ്മൾ ട്രെയിനിങ്ങിന് മുമ്പായിട്ട് അവർക്ക് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കില്ല. കാരണം ട്രീറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്ന് ഓടാൻ വിട്ടാലും നല്ലതാണ്. അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുമ്പം മറ്റ് ജീവികളുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ സോഷ്യലാകും കേട്ടോ, അവരുടെ അഗ്രഷൻ കുറയും. പക്ഷേ ഡോമിനൻസ് കാണിക്കും, അത് നമ്മൾ തടയേണ്ട കാര്യമില്ല. ഫുഡ് എടുക്കുമ്പം വേറെ ഒരെണ്ണം വന്ന് തിന്നുന്നുണ്ടെങ്കിൽ അവൻ മുരളുവോ അല്ലെങ്കിൽ കടിക്കാതെ ഒച്ചയൊക്കെ എടുക്കും. അതൊക്കെ നമുക്ക് അലോ ചെയ്യാം. ബാക്കിയുള്ള സംഭവങ്ങളിൽ നോ പറഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്യണം. കടിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. പപ്പി അഗ്രസീവാണ് കേട്ടോ. ടെറിട്ടോറിയൽ ബിഹേവിയർ പപ്പിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് അപരിചിതനായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ കുറയ്ക്കും. ഈ കഴിഞ്ഞ ദിവസം അയൽക്കത്തെ വീട്ടിലെ ചേട്ടന് നേരെ കടിക്കാൻ വേണ്ടി ചാടി. അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ടെറിട്ടോറിയൽ സംഭവം പപ്പിക്കുണ്ട്. പക്ഷേ അവൻ ഭയങ്കര സോഷ്യലാണ്. മറ്റുള്ള ജീവികളെ പെട്ടെന്ന് നമ്മുടെ പ്രസൻസിൽ അവൻ അക്സെപ്റ്റ് ചെയ്യും, അവന് കമ്പനിയാവും. അതല്ലാതെ ഇപ്പോൾ സ്ട്രേഞ്ചറായിട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ കൂട്ടാണെന്നുള്ളതില്ല നമ്മളില്ലെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഡയാനനെ കഴിക്കാം. ഡയാന ഓടിയാ സ്ലീപ്പ് മിടുക്കി. ഇപ്പോൾ ഇവള് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. 2 കാര്യങ്ങളാണ് ഡയാന ഇപ്പം നമ്മൾ ചെയ്ത് കാണിച്ചത്. ഒന്ന്, ഡയാന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവളുടെ പേര് രജിസ്റ്ററായി. അതെങ്ങനെ ചോദിച്ചാൽ വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ വരുന്നൊരു സംഭവം. അത് ചെയ്യിച്ചത് ഇപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ ഡയാന എന്ന് വിളിച്ച് ഈ ട്രീറ്റ് എന്താണോ നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. ചിക്കൻ അല്ലെങ്കിൽ ഡോഗ് ഫുഡോ അവർക്ക് ഇഷ്ടമുള്ള എന്തും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്ത്
ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം എവിടെയാണെങ്കിലും ഡയനെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഓടി വരും. അപ്പോൾ ഡയനെ നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് വിളിക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുക എങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നത്. കൂടുതലും നമ്മൾ ഡോഗിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൾ സ്ലീപ്പ് ചെയ്ത് കണ്ടില്ലേ, അത് അവൾ ചെയ്ത സംഭവത്തെ നമ്മൾ കമാൻഡിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇവൾ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പം ഞാൻ ഒരു പ്രാവശ്യം പെട്ടെന്ന് എന്തോ ഒരു കാര്യത്തിന് പെട്ടെന്ന് ഒച്ചയെടുത്ത് അടുത്തോട്ട് ഓടി ചെന്നപ്പം പെട്ടെന്ന് ചെന്നപ്പം ഇവൾ നിലത്തിങ്ങനെ കമന്ന് കിടന്നു എന്ന് പറഞ്ഞാൽ ഡോഗ്സ് സബ്മിസീവ് ആവുന്ന അല്ലെങ്കിൽ പപ്പി കുറച്ച് അവളുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളിങ്ങനെ കമന്ന് കിടക്കും. അപ്പോൾ ആ ഡോമിനൻസ് ഇപ്പം ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡോഗ് കുഞ്ഞു പട്ടി എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ കാണിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ചെയ്തപ്പം പിന്നീട് നമ്മളത് ചെയ്യുമ്പോഴെല്ലാം സ്ലീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്കാരി സ്ലീപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം പോലെ നമുക്കൊന്ന് വിളിച്ച് വരുത്താം, എന്നിട്ട് നമുക്ക് സ്ലീപ്പ് ഒന്നുകൂടെ ചെയ്യിക്കാം. ബാ ഇവിടെ വന്നേ. ഡയന സിറ്റ് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മൾ. വെയിറ്റ് ഡയന വാ ഇവിടെ വന്നേ ഉണ്ടോ. നമ്മളിവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ട്രീറ്റ് കൊടുക്കുക. അവൾ നോക്കുന്നുണ്ടോ, ട്രീറ്റാണ് നോക്കുന്നത്, നമ്മുടെ കയ്യിലോട്ടാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ എളുപ്പമുണ്ടാവും. നമ്മുടെ കയ്യിലോട്ട് ശ്രദ്ധ വരിക, അല്ല നമ്മുടെ മുഖത്തോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഞാൻ ഡയനെ വിളിക്കാൻ പോകുമ്പോൾ അപ്പോഴോട് വരും. ഡയന ഇവിടെ വന്നേ കണ്ടോ. ഡയന സ്ലീപ്പ് ആ മിടുക്കി വാ. ആ മിടുക്കി എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ തൂത്ത് കൊടുക്കുന്നതൊക്കെ അവൾക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് മാറണം. മിടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്ത് നല്ലതാണ് എന്നൊരർത്ഥം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ശീലിപ്പിച്ചെടുക്കുന്നതാണ്. പപ്പി മാറിയിരുന്നേ, പപ്പിക്കൂട്ടം എല്ലാം കഴിഞ്ഞ് അയ്യോ മൈക്ക്. ഇനി ഡയനയുടെ സ്ലീപ്പ് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് ഡയന ഹൂപ്പ് ജമ്പ് ചെയ്യുന്നത് കാണാം. അതും ട്രീറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യിക്കുന്നത്. ഡയന ചാടിക്കേ കണ്ടോ, അങ്ങനെ ചാടുന്നത്. അതായത് ഈ സാധനം കയ്യിലുണ്ട്, ഇതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി വരുന്നത്. മുമ്പിൽ നമ്മൾ ഈ സാധനം വെച്ച് കൊടുക്കും, കൂട്ടത്തിൽ ചാടിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് പിന്നീട് കണക്റ്റഡായി ചാടിക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ട്രീറ്റ് ഇല്ലെങ്കിൽ ഇതിനകത്തോടെ ചാടിക്കോളും. അപ്പോൾ പപ്പയെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചാടിക്കാം. പപ്പി ചാടിക്കടാ, മീടുക്കാൻ അറിയ. ഡയന ചാട. ഓ മീടുക്കാൻ. 2 പേർക്കും ഡയനയ്ക്ക് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതാ ഡയന പപ്പയോട് ഒന്നിച്ചൊന്നൂടെ ചാടിക്കാമെന്ന് നോക്കാം. സംഭവം ഇത്രേ ഉള്ളൂ. റിങ് ഫ്രണ്ടിൽ വെക്കുക. ഏറ്റവും ബേസിക്കലായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പേര് വിളിക്കുക, അത് വിളിച്ച് വരുത്തുക. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കമാൻഡിലോട്ട് നടക്കുക. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യുക. ഇവരിപ്പം കമന്നും കിടക്കുന്ന സമയത്ത് നമ്മൾ സ്ലീപ്പ് എന്ന് പറഞ്ഞ് ട്രീറ്റ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറയുമ്പം അവളത് ചെയ്തോളും. എല്ലാം ഇത്രേ ഉള്ളൂ കേട്ടോ, ബേസിക് ഇത്രേ ഉള്ളൂ എല്ലാത്തിലും. എന്നെക്കൊണ്ട് ഇതിങ്ങനെ ഇത്രയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇതിലും പറ്റും. ഞാൻ വലിയ ട്രെയിനറൊന്നും അല്ലല്ലോ. നമ്മളിത് ആദ്യമായിട്ട് പപ്പിക്കുട്ടനാണുള്ള ട്രെയിനിങ്ങിൻ്റെ ചെറിയ സംഭവങ്ങൾ പരീക്ഷിച്ചത്. ഡയന ചേടാ അല്ല ഡയന ഇവിടെ വന്നേ. ഡയന ചാടിക്കേ. ആ മിടുക്കി. ചേടാ ഡയന ചേടാ ആ മിടുക്കി. വെയിറ്റ് ചേടാ ആ മിടുക്കൻ. ഓടി ഇവിടെ ഡയന വാ. ഇനി നമുക്ക് കറങ്ങുന്നൊരു സംഭവം നോക്കാവേ. ഇവിടെ ഡയന കറങ്ങിക്കേ. കണ്ടോ, കറങ്ങിക്കേ. സംഭവം ഇത്രേ ഉള്ളൂ. ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും കറങ്ങി കഴിയുമ്പം പിന്നെ കറങ്ങിക്കേ എന്ന് പറയുമ്പോൾ കറങ്ങിക്കോളൂ. ഡയന നമ്മൾ തീറ്റ കൈ പിടിക്കുക. ഡയന എന്ന് വിളിക്കണം. അപ്പോൾ അവൾ നോക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ പയ്യെ കൊണ്ടുവരിക. കൊടുക്കല്ല, ഇങ്ങനെ കൊണ്ടുവരിക. അത് പിന്നെ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആകും. നമ്മുടെ കൈ ജസ്റ്റ് ആക്ഷൻ കാണിക്കുമ്പോൾ തന്നെ അവൾ ചെയ്യാൻ തുടങ്ങും. കറങ്ങിക്കേ മിടുക്കി. ഡയന കറങ്ങിക്കേ. സ്ലീപ്പ് ആ മിടുക്കി. ഓക്കെ എഴുന്നേക്ക് വാ. ചേടാ ആ മിടുക്കി. ഇവിടെ അതുപോലെ നമ്മൾ നടക്കാൻ നമ്മുടെ കൂട്ടത്തിലെ ഡോഗ് നടക്കാനൊക്കെ ഈ ഒരു ട്രീറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. ഡയന വാ വന്നേ വാ പയ്യോ വാ. കണ്ടോ ഡയന അവർ ഇടയ്ക്ക് ഡൈവേർട്ടായി പോവുമായിരിക്കും, പക്ഷെ അപ്പോഴും തിരിച്ച് വിളിക്കുക. അവനിപ്പോൾ ഗേറ്റും തുറന്ന് കിട്ടിയാൽ മതി, അവൻ അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പപ്പിക്കുട്ടന് ട്രീറ്റ് കുറച്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിക്കുട്ടന് ട്രീറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവൻ ചെയ്യും. ഡയനയ്ക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഡയന വന്നേ ഇവിടെ വന്നേ.
നീയാണോ ഡയാന? ഡയാനക്കുട്ടി ഇവിടെ വന്നേ. കറങ്ങിക്കേ. പപ്പി മാറിയിരുന്നേ. പപ്പിനെ വിളിച്ചേരി. അങ്ങോട്ട് പോകൂ. ഡയാന ഇവിടെ വന്നേ. ഡയാന എവിടാ? സിറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ കൺഫ്യൂഷൻ നമ്മളൊന്നും പറയാത്തോണ്ടേ. സിറ്റ് ചെയ്യിക്കാൻ ട്രീറ്റ് കൈ പിടിച്ചിട്ട് അത് കൊടുക്കാതെ ഇങ്ങനെ പയ്യെ മുഖത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവർ പുറകുവശത്തോട്ട് ഇരിക്കും. ഈ ഒരു സമയത്ത് ട്രീറ്റ് കൊടുക്കുക ഓക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് സിറ്റ് ചെയ്യിക്കാം. പിന്നെ നാടൻ പട്ടിക്ക് ഉള്ളൊരു ചീത്തപ്പേര് കണ്ടോ, ഈ വാലിൻ്റെ അറ്റത്ത് വെള്ള കളർ ഉണ്ടെങ്കിൽ എന്തോ ഭയങ്കര ഒരു സംഭവമാണെന്നാണ് ഒരു അന്ധവിശ്വാസം ഉണ്ട് കേട്ടോ. അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. വാലിൻ്റെ അറ്റത്ത് കളർ വന്നതും ആ പട്ടിക്കുട്ടി നമ്മൾ എന്നേലും ബന്ധമുണ്ടോ? അവരറിയാതെ ഇപ്പോൾ മനുഷ്യൻ്റെ തൊലിയുടെ കളറ് മാറി വരുന്ന പോലെ തന്നെ അവരുടെ വാലിൻ്റെ അറ്റത്തോ ചെവിയിലൊക്കെ പാണ്ടൊക്കെ ഉണ്ടാവും. അത് അവരുടെ കൺട്രോളിലുള്ളൊരു സംഭവമല്ല. DNA വെച്ചിട്ട് അവരുടെ പേരൻസിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടി പോരുന്ന. അപ്പോൾ ചിലപ്പോൾ വാലിലോ തലയിലൊക്കെ ഒരു പൊട്ട് മാറി വന്നേക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മളിച്ചിരി മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈയിടെ പുള്ളിക്കാരി ഇച്ചിരി പൊക്കമൊക്കെ വെച്ചു. നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് അവളെ കയറ്റി കൊണ്ട് വരണം. വാ ഡയന വന്നേ. മതി വിളിച്ച് അവിടെ ഇരുന്നേ. സിറ്റ്. അപ്പോൾ കൂട്ടുകാർ, ഇതാണ് സിമ്പിളായിട്ട് ഈ 2-3 ട്രിക്കിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നാടൻ പട്ടികൾക്കായിക്കോട്ടെ ഏത് പട്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അവരെ ഫോം ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ 3-4 കമൻറ്റ് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞപ്പോഴത്തേന് ഞാനൊന്ന് വേർത്തു. ഡയന ഓടി നടക്കുവാണ്. അപ്പോൾ ഫുഡിൻ്റെ ബാക്കി ആണ് അവൾ തപ്പുന്നത്. എല്ലാവരുടെ അടുത്ത് പോയി വഴക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കറക്റ്റ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.